ഇപ്പം നമ്മുടെ ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയ ഫിനിഷ്ഡ് ആയിട്ടുള്ള ബേസ്മെന്റ് ഒന്നുമല്ല. കാണിച്ചു തരാം. But ours is the coolest. We have a bar, a gym, a couch, a TV, food, snacks, a tent, a ping pong table. It's awesome. വളരെ ഭവ്യതയുള്ള കൊച്ചാണ്. ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ കണ്ടതുപോലെ ഇന്നലെ ഒരു വലിയ ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് നമ്മുടെ ഒരു ഓഫ് ഡേ ആണ്. ഓഫ് ഡേ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഫാമിലിയുടെ കൂടെയാണ്. നിങ്ങൾ തമ്മനയിൽ കണ്ട ലക്ഷറി ലൈഫ് ഓഫ് എ ട്രക്കർ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒരു ക്ലിക്ക് ബൈറ്റ് ആയിട്ട് നമ്മൾ ഇട്ടതാണ് കേട്ടോ, അല്ലേ? നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ചാനലിൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുവാണെങ്കിൽ എത്തിക്കോട്ടെ. ഇപ്പോൾ ലക്ഷറി ലൈഫ് എന്നൊക്കെ കാണുമ്പോൾ ഇവൻ ഇവൻ്റെ ലക്ഷറി ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് വരുന്ന ചിലരുണ്ടായിരിക്കുമല്ലോ, അവരുടെ അടുത്തും കൂടെ ഒന്ന് എത്തിക്കോട്ടെ എന്നോർത്ത് നമ്മൾ ഇട്ടതാണ്. എനിവേസ്, അപ്പോൾ നമുക്ക് വീടിൻ്റെ അകവും പിന്നെ ചെറിയ ഞങ്ങളുടെ ഓഫ് ഡേയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയാലോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങുവാണ്. എന്തൊക്കെയാണ് കാണിക്കേണ്ടതെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ചുമ്മാ കുറച്ച് റാൻഡം ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ അല്ലേ പിങ്കിമാനെ? ഓക്കെ, ബാ. അപ്പോൾ ഇത്രയും നേരം സൺലൈറ്റ് കിട്ടിക്കോട്ടെ എന്ന് ഓർത്ത് പുറത്ത് നിന്നാണ് നമ്മൾ ഇൻട്രോ എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം പുറത്തുനിന്ന് അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമ്മളോട് കുറേ പേര് നമ്മുടെ ജീപ്പിൻ്റെ ഡീറ്റെയിൽസ് ഇടാവോ എന്ന് ചോദിച്ചായിരുന്നു. പണ്ട് ചെയ്തിട്ടുണ്ട്, എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് അകത്തേക്ക് കയറാം. കണ്ട, ഇതാണ് ഞങ്ങളുടെ നെയ്ബർഹുഡ് കേട്ടോ. നെയ്ബർഹുഡ് എന്ന് പറഞ്ഞാൽ വളരെ സാധാരണമായ ഒരു നെയ്ബർഹുഡാണ്. ഇതൊക്കെ കാനഡയിലെ വളരെ നോർമലായിട്ടുള്ളൊരു നെയ്ബർഹുഡാണ്. സ്പ്രിംഗ് സീസൺ തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ മുറ്റത്തെ മഞ്ഞെല്ലാം ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര മഞ്ഞായിരുന്നു കേട്ടോ. ഇന്നിപ്പോൾ -2 or -3 ആയതുകൊണ്ടാ, വിച്ച് മീൻസ് സ്പ്രിംഗ് ഈസ് കമ്മിങ് അല്ലേ? തണുപ്പ് മൊത്തത്തിൽ ഒന്ന് കുറഞ്ഞു. അപ്പോൾ പുറത്തെ കാഴ്ചകളെന്ന് പറയുമ്പോഴത്തേക്കും വേണ്ട നമ്മുടെ ജീപ്പ് 2004 ജീപ്പ് TJ എന്ന് പറയുന്ന ജീപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ വേണ്ട പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ കാണുന്ന പോലെ വളരെ സിമ്പിൾ ഇൻറ്റീരിയറാണ്. എല്ലാം മാനുവലാണ് കേട്ടോ. എല്ലാം മാനുവൽ എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള സാധനം മാത്രമേ ഉള്ളൂ. നമ്മുടെ 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ്. അതോടൊപ്പം തന്നെ ഒരു റേഡിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിത് അങ്ങനെ ഉപയോഗിക്കാറേ ഇല്ല. വണ്ടി ഓടുമ്പോഴത്തേക്കും വണ്ടിയുടെ സൗണ്ട് കേട്ട് വണ്ടി ഓടിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സാധാരണ ഇതിൽ പാട്ട് വെക്കാറേ ഇല്ല. ഇപ്പോൾ ഫ്രണ്ടിലെ ഈ ഒരു 2 റോ സീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിൽ നമുക്ക് ഇതാണ്ട ഇങ്ങനത്തെ 2 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സീറ്റാണുള്ളത്. പക്ഷെ അതൊക്കെ വളരെ റെയറായിട്ട് ഉപയോഗിക്കാറുള്ളൂ. ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റ് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കും, വേറെ എന്തെങ്കിലും എക്സ്ട്രാ സാധനങ്ങളുണ്ട് പുറകെ വെക്കും. അതല്ലാതെ നമ്മൾ വേറെ ഒന്നും ഇതിന് ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇത് മേടിച്ചപ്പം വലിയ ആഗ്രഹങ്ങളൊക്കെ കൊണ്ടാണ് മേടിച്ചത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ജീപ്പിൻ്റെ ഒരു മോഡലാണിത്. അതായത് ഇവിടുത്തെ കാനഡയിലെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. നാട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മഹീന്ദ്രയുടെ ജീപ്പാണ്, നമ്മുടെ പഴയ മേജർ ഉണ്ടല്ലോ അത്. അപ്പോൾ ഈ ജീപ്പ് എന്നുള്ളത് ഇങ്ങനെ മനസ്സിൽ ഇഷ്ടമായിട്ട് കിടക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും മാൻലി ആയിട്ടുള്ള ഡിസൈനുള്ള ഒരു വണ്ടി നമ്മുടെ മഹീന്ദ്രയുടെ ജീപ്പ് അല്ലെ ഓൾ ഓവർ നമ്മുടെ ജീപ്പ് റാംഗ്ലർ സെറ്റപ്പിലുള്ള ബോക്സി ആയിട്ടുള്ള വണ്ടികളാണെന്നാണ്. എങ്കാപ്പി അതേക്ക് പോയാലോ? ഓക്കെ. അപ്പം നമ്മുടെ ജീപ്പ് കണ്ട പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജീപ്പിന് മാച്ച് ചെയ്യുന്നൊരു ടയറല്ല കിടക്കുന്നതെന്ന്. ശരിക്കും ഇതല്ല നമ്മുടെ ജീപ്പിൻ്റെ ടയർ. നമ്മുടെ ജീപ്പിൻ്റെ ടയർ വേറെ മട്ടയറാട്ടോ, ഒരു നല്ല കിഡിലൻ ടയറാണ് ഇതിനെ മാച്ച് ചെയ്യുന്നത്. അതോടൊപ്പം 2 ഇഞ്ചിൻ്റെ ഒരു ലിഫ്റ്റ് നമ്മുടെ ജീപ്പിന് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ വിൻ്റർ ടയറാണ്. നമ്മുടെ വിൻ്ററിൽ ഞാൻ പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ടല്ലോ, തെന്നി തെറിച്ച് കറങ്ങി തിരിഞ്ഞു പോയത്. അപ്പോൾ അന്ന് കൊണ്ടുപോയി പെട്ടെന്ന് മേടിച്ചിട്ട് ഒരു ടയർ ആയതുകൊണ്ട് ഇത് 4 എണ്ണത്തിന് $1500 ആവുകയും ചെയ്തു. ഞാൻ ഇതുപോലെ അന്ന് ഭയങ്കരമായിട്ട് പേടിച്ചു പോയി, വണ്ടി കിടന്ന് കറങ്ങി. അപ്പം അന്ന് അങ്ങനെ കടയിൽ പോയി പെട്ടെന്ന് മാറിയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടയറിട്ട് നമ്മൾ സെറ്റ് ചെയ്താൽ പിന്നെ അത് ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കിടക്കുന്നു. ഇപ്പോൾ ഏകദേശം നമ്മൾ 3-4 വർഷമായി ഈ ടയർ തന്നെ ഉപയോഗിക്കുന്നു. നമ്മുടെ ശരിക്കും ഇതിൻ്റെ ഒറിജിനൽ ടയറെല്ലാം നമ്മൾ വണ്ടിക്കകത്ത് ഗരാഷിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഗരാഷിൻ്റെ അകത്തേക്ക് പോവാം. ബാ. അപ്പം ഇതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ ഫാമിലി കാർ. നമ്മുടെ ഫാമിലി കാർ എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ, മസ്ദ CX-5 2018. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മിഡ് സൈസ് SUV ആണ്. നല്ല ഡേർട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ വിൻ്ററിൽ ഈ ഉപ്പൊക്കെ ഇട്ടുള്ള റോഡല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഇവിടെ ഓട്ടോ ആയിട്ട് കാർ വാഷ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പൊന്നുമില്ല. തന്നെയല്ല, ഇത്രയും വിൻ്റർ സീസൺ ആയതുകൊണ്ട് നമ്മുടെ ടാപ്പൊക്കെ നമ്മൾ ഫുള്ള് ക്ലോസ് ചെയ്ത് വെച്ചേക്കുക, വാൽവുകളെ വേണ്ടാണ്ടോ. ഇവിടെ നമുക്ക് ടാപ്പുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് കഴുകാനുള്ള ഒരു സെറ്റപ്പും ഇല്ല. കാരണം ഈ പൈപ്പിൽ കൂടെയൊക്കെ ഫ്രോസൺ ആയിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാർ വാഷിൽ തന്നെ കൊണ്ടുപോയി കഴുകണം.
തന്നെയല്ല വിൻ്റർ സീസണിൽ നമ്മളൊരു റെഗുലർ കാർ വാഷിങ് ചെയ്യണം കേട്ടോ. കാരണം ഈ റോഡ് ട്രാക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ഉപ്പിട്ടിട്ടുള്ള ഒരു പരിപാടിയായിരിക്കും റോഡിലുള്ളത്. അപ്പോൾ നമ്മൾ കാർ ഓടുമ്പോഴെല്ലാം ആ ഉപ്പ് വണ്ടിയുടെ അടിയിലേക്ക് അടിച്ച് കയറി റസ്റ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് വിൻ്റർ സീസൺ കൂടുതലായിട്ടുള്ള നാടുകളിലൊക്കെ. ഇനി അടുത്ത കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക്, മോട്ടോർ സൈക്കിൾ. ഇത് ഹാർലി ഡേവിഡ്സൺ റോഡ് കിങ് ആണ്. ഇതും 2004 ആണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള പലരും, പ്രത്യേകിച്ച് കാനഡ ഉള്ളവരും നമ്മളോട് ചോദിക്കാറുണ്ട് മോട്ടോർ സൈക്കിൾ എടുക്കാൻ നേരത്ത് ഏതാണ് എടുക്കേണ്ടത്, നിങ്ങൾ ഹാർലി ആയിട്ട് ഓക്കെ ആണോ? കാരണം ഇതുപോലെ ക്രൂസർ ബൈക്ക് ഉള്ള പലരും സാറ്റിസ്ഫൈഡ് അല്ലാതെ പല കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ, ഹാർലി എന്നൊരു ബ്രാൻഡിലും ഈ പറയുന്ന റോഡ് കിങ് എന്നുള്ള ഒരു വണ്ടിയിലും, ഒരു ഹെവി ആയിട്ടുള്ള മെഷീനിലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം മോട്ടോർ സൈക്കിൾ മേടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു പർപ്പസ് ഉണ്ടല്ലോ, ഏത് രീതിയിലുള്ള റൈഡിങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് അത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നുണ്ട്. നമ്മൾ ഏത് വണ്ടിയിലാണ് കംഫർട്ടബിൾ എന്നുള്ളത്. ആദ്യം സാധാരണ ഗതിയിൽ നമ്മളൊരു മൊത്തത്തിലുള്ള ട്രെൻഡ്, നമുക്ക് വണ്ടി മേടിക്കാൻ താല്പര്യമുള്ളവരെല്ലാവരും എങ്ങനെയും ഒരു വണ്ടി മേടിക്കാൻ ആദ്യം നോക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ നമ്മുടെ ബജറ്റിൽ ഒതുങ്ങുന്ന ഒരു ചെറിയൊരു വണ്ടി മേടിക്കാം, എന്നിട്ട് നമ്മൾ ഒരു 2-3 വർഷമൊക്കെ ഓടിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് സെറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് അപ്ഗ്രേഡ് ചെയ്യാമെന്ന് വിചാരിച്ച് മേടിക്കുന്ന പലരും ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം ഞാൻ കണ്ടാക്കണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോട്ടോർ സൈക്കിളിന് യൂസ്ഡ് മാർക്കറ്റിൽ തീരെ വിലയില്ല, വില ഭയങ്കര ലോ ആണ്. നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടാത്തല്ല, മനസ്സിന് ഹാപ്പിനെസ് ഇല്ലാത്ത ഒരു വണ്ടി ജസ്റ്റ് എത്രയും പെട്ടെന്ന് ഒരു മോട്ടോർ സൈക്കിൾ മേടിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മേടിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി റൈഡ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും അതിനോട് നമുക്ക് ഇത് പോരാ, എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു സാധനം വേണം എന്ന് നമുക്ക് എപ്പോഴും തോന്നി തുടങ്ങും. അങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഇത് കൊടുത്തിട്ട് ഇതിൻ്റെ വില എടുത്തിട്ടായിരിക്കുമല്ലോ, അല്ലെങ്കിൽ നമ്മൾ വിറ്റിട്ട് ആ വിലയും കൊണ്ട് വേണ്ടേ നമുക്ക് മറ്റൊരു വണ്ടിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വിൽക്കാൻ നേരത്തെ നമ്മുടെ കയ്യിലുള്ള വണ്ടിക്ക് തീരെ വില ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഈ ഒരു സാധനം നമ്മുടെ സ്റ്റക്ക് ആവും. കാരണം നമ്മൾ മേടിച്ചതിൻ്റെ ഒരു ന്യായമായ വിലയെങ്കിലും കിട്ടാതെ നമ്മൾ എങ്ങനെയാണ് അത് കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ തീരുമാനിച്ചത്, നമ്മളെ വണ്ടി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മനസ്സിന് ഇഷ്ടപ്പെട്ട, എന്നും കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി വേണം നമ്മൾ മേടിക്കാൻ വേണ്ടിയിരുന്നത്. അപ്പം ഞാൻ എൻ്റെ റിസർച്ചിൽ കൂടെ പണ്ട് മുതലേ എനിക്ക് റോഡ് കിങ് എന്നുള്ളൊരു വണ്ടിയായിരുന്നു ഏറ്റവും ഇഷ്ടം. ഈ വണ്ടി മേടിച്ചിട്ട് നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ കണ്ടിട്ടുള്ള പോലെ അങ്ങേയറ്റത്തുള്ള BCയിലേക്കും പിന്നെ ഇവിടുന്ന് നമ്മൾ നോർത്ത് സ്കോഷ്യയ്ക്കും എല്ലാം വണ്ടി ഓടിച്ച് തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ക്രൂസിങ് സ്റ്റൈലായിട്ടുള്ള ക്രോസ് കൺട്രി രീതിയിലുള്ള ലോങ് റൈഡ്സ് ആണ് എനിക്ക് മോട്ടോർ സൈക്കിളും കൊണ്ട് ഓടിക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഹൈവേയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഇതിലൊരു 120, 125, 130 മുകളിൽ പോകാറില്ല. അങ്ങനെ ലോങ് ഒക്കെ ഓടുമ്പോൾ 120 അല്ലെ അതിൽ താഴെ പിടിക്കാനാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറ്. അത് തന്നെ ഭയങ്കര സ്പീഡാണെന്ന് നമ്മൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ ടൊറന്റോയ്ക്കകത്ത് വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും ഹൈവേ 401 അവിടത്തേക്ക് തിരക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളെപ്പോഴും കാണിക്കുന്നതല്ലേ 401-ലും 427-ലും ഒക്കെ. It's like the wrap of bubble. See? Oh my god. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഈ സ്പോർട്സ് ബൈക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവര് എത്രമാത്രം റിസ്ക് എടുത്താ വണ്ടി ഓടിക്കുന്നതെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നാറുണ്ട്. കാരണം നമ്മൾ 130-ലൊക്കെ പോകുമ്പോഴും ആൾക്കാർ ബും എന്ന് പറഞ്ഞ് നമ്മൾ ക്രോസ് ചെയ്ത് കയറി പോകുന്ന ബൈക്കേഴ്സിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മിനിമം ഒരു 170-ലോ 150-ലോ 200 താഴെയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കി, എന്തായാലും ഒരു ഇപ്പം നമ്മളായിട്ടൊരു മിസ്റ്റേക്ക് വേണ്ട, ഇപ്പം റോഡിലെ മറ്റു പലരും കാരണം റോഡിലെ അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. അപ്പം അതുമൂലം ഒരു അപകടം ഉണ്ടാകാവുന്ന അപകടം എത്രമാത്രം വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സ്പോർട്സ് ബൈക്കുകളിലേക്ക് എനിക്ക് ഒരിക്കലും പണ്ടൊക്കെ താല്പര്യം തോന്നിയിട്ടുണ്ട് കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ പ്രായമായതിൻ്റെയും ഇതുപോലത്തെ പ്രാരാബ്ദങ്ങളും ഫാമിലി എല്ലാം ഉള്ളതിൻ്റെ ആയിരിക്കാം നമ്മൾ ഈ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറിയത്. പക്ഷേ എനിക്ക് സ്പോർട്സ് ബൈക്ക് ഇതുവരെ ഇവിടെ വന്നേ പിന്നെ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ടില്ല. എനിക്ക് എപ്പോഴും കംഫർട്ടബിൾ ഈ ഒരു ഹാർലി ഡേവിഡ്സൺ ആണ്. ഐ എം റിയലി ഹാപ്പി. പിന്നെ ക്രൂസർ ബൈക്കുകളെ കംപ്ലൈൻറ്റ് പറയുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളോടും ഒത്തിരി പേര് വിളിക്കുന്നവർ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ. ക്രൂസർ ബൈക്ക് ഓടിക്കുന്ന പലരും പറഞ്ഞത് ക്രൂസർ ബൈക്ക് എടുക്കരുത്, അത് പിന്നീട് നമ്മൾ മടുക്കും, മറിച്ചതാ എന്നൊക്കെ. അപ്പോൾ അവർക്കൊക്കെ ഏത് വണ്ടിയാണെന്ന് ചോദിക്കുമ്പോൾ മിക്കവരും പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഹോണ്ടയുടെ ഏതെങ്കിലും ക്രൂസറോ അല്ലെങ്കിൽ യമഹയുടെ ക്രൂസറോ അതോ ഇതെന്നൊക്കെയാണ്. ഇപ്പം എൻ്റെ ഒരു ഓടിച്ചുള്ള എക്സ്പീരിയൻസ് എന്ന് പറയട്ടെ, നമുക്ക് ഹാർലിയുടെ അല്ല ഇന്ത്യൻ എന്ന ബ്രാൻഡിൻ്റെ ക്രൂസറുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം അത്രയും ഡിഫറെൻ്റ് ആണ് ഈ ഒരു ലീഗ്. അതുകൊണ്ടാണ് ഈ ഒന്നെങ്കിൽ ഇന്ത്യൻ്റെ വണ്ടിയല്ലേ നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ വണ്ടിക്കൊക്കെ മറ്റുള്ള ക്രൂസറുകളെക്കാളും ഇത്രയും വില കൂടുതലായിട്ടുള്ളത്. കാരണം ആലോചിച്ച് നോക്കി, നമ്മുടെ 2004 വണ്ടിയാണ്. 2004 വണ്ടി നമ്മൾ ബ്രിട്ടീഷ് കൊളംബിയ വരെ ഞങ്ങൾ
5 ദിവസം കൊണ്ട് ഏകദേശം 4000 കിലോമീറ്റർ ഓടി എത്തുക എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചു. അതുപോലെ ഈ വണ്ടീനെ നമ്മൾ അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പക്ഷേ എന്നിട്ടും എഞ്ചിനുണ്ടല്ലോ ചുമ്മാ പറന്ന് നിന്നു അടിപൊളിയായിട്ട്. അപ്പം അതിനുള്ള വെയിറ്റ് ആ വണ്ടിക്കുണ്ട്, അതിനുള്ള പെർഫോമൻസ്, ഇതൊന്നും വണ്ടി ഓടിച്ചാലേ ഇതിൻ്റെ പവർ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുള്ളൂ. പിന്നെ വണ്ടി റണ്ണിങ്ങിൽ ചെറിയൊരു വൈബ്രേഷൻ ഉള്ളതായിട്ട് ഇത് ഓടിക്കാത്തവർ ഇത് ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡ് ചെയ്ത് ഓൺ ചെയ്തിട്ട് നമ്മൾ വണ്ടി ഓണാക്കി ഇതുപോലെ ജസ്റ്റ് സ്റ്റാൻഡ്സിൽ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് ഇതിലൊരു വൈബ്രേഷൻ കാണാം. ഇപ്പം നമ്മുടെ ബുള്ളറ്റിനൊക്കെ ഒരു വൈബ്രേഷൻ ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലെ ഒരു നല്ല വൈബ്രേഷൻ കാണാം. പക്ഷേ റണ്ണിങ്ങിൽ ആ വൈബ്രേഷൻ ഇല്ല, അല്ലേ നമുക്ക് അത്രയും വൈബ്രേഷൻ ഇല്ല. എന്തായാലും ഹാർലിയുടെ ഒരു കസ്റ്റമറായിട്ട് നമ്മൾ കഴിഞ്ഞ 3 കൊല്ലത്തോളം മിനിമം 3-4 കൊല്ലമാണ്ടായി. അപ്പം നമ്മൾ ഭയങ്കര എക്സ്ട്രീംലി ഹാപ്പിയാണ്. ഹാർലിയുള്ള മറ്റെല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ട് തന്നെയാണ് പൊതുവെ പറഞ്ഞു കേട്ടേക്കുന്നത് കേട്ടോ. യെസ്, ചായ റെഡിയാണോ? ആ വന്നേക്കാം. അപ്പം നമ്മുടെ ഹാർലിനെ കുറിച്ച് നമ്മൾ ഒത്തിരി വർത്തമാനം പറഞ്ഞു. ബൈ ദ വേ നമ്പർ പ്ലേറ്റ് മാറ്റി ജെ എന്നുള്ള ഒരു കസ്റ്റം നമ്പർ പ്ലേറ്റ് നമുക്കിവിടെ ഒണ്ടാറിയോയിൽ കസ്റ്റം ചെയ്യാമല്ലോ നമ്പർ പ്ലേറ്റ് ഒക്കെ. അപ്പം നമ്മുടെ ബൈക്കിനെ കുറിച്ച് ഒരു പരിധി വിട്ട് നമ്മൾ വർത്തമാനം പറഞ്ഞു. ഇനി നമുക്ക് മറ്റുള്ള വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീട്ടിലെ ശരിക്കും ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് ഗരാഷ് കേട്ടോ. സാധാരണ അതിൽ നല്ല ക്രിസ്റ്റലായിട്ടാണ് ഞാൻ ഗരാഷ് എപ്പോഴും ക്ലീൻ ചെയ്യുന്നത്, എപ്പോഴും ഫ്ലോറൊക്കെ കഴുകി തുടച്ച്. പക്ഷേ ഇതിപ്പോൾ വിൻ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സായിട്ട് നമ്മുടെ വീടിരിക്കുന്നത്. കാരണം വിൻ്റർ സീസൺ തുടങ്ങുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ പുറത്തെല്ലാം ഭയങ്കരമായിട്ട് മഞ്ഞ് പെയ്യൂലേ. അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ നശിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം ഗരാഷിൻ്റെ അകത്തോ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം കയറ്റി സ്റ്റോറേജ് ചെയ്യും. അപ്പോൾ ഇത് പിങ്കിമോൻ്റെ നീനൂസിൻ്റെ സൈക്കിളാണ്. അതോടൊപ്പം തന്നെ ഇത് നമ്മുടെ ബാർബക്യൂവിൻ്റെ ഒരു സെറ്റപ്പ്, നമ്മൾ കവറെല്ലാം ചെയ്ത് ഇട്ടേക്കുവാണ് മഴയത്തും ഇതൊക്കെ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ലോൺ മൂവർ, പിക്നിക് ചെയർ, അതേണ്ട ഇതാണ് നമ്മുടെ ടയേഴ്സ്, ജീപ്പിൻ്റെ ടയേഴ്സ്. നോക്കിക്കേ, ഇതിപ്പം ശരിക്കും ഇത് മട്ടറൈൻ ടയറാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ അകത്ത് സ്റ്റോറേജിലേക്ക് കയറ്റി. പിന്നെ സമ്മറിൽ സാധാരണ ഇതിൽ നമ്മുടെ കാറും മസ്തയും പുറത്താണ് ഇടുന്നത് കേട്ടോ. അപ്പം നമുക്ക് നല്ല സ്പേസ് ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ആരെങ്കിലുമൊക്കെ വന്നാലും നമുക്ക് ഈ ഗരാഷിൽ തന്നെ കസാരയൊക്കെ ഇട്ടിരുന്ന് 2 എണ്ണം കഴിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കണമെങ്കിലോ ഒക്കെ ഉള്ള ഒരു രീതിയിൽ നമ്മൾ സെറ്റാക്കി ചെയ്ത് തരുന്നതാണ്. പുറത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. അന്നേരം പിങ്കിമോൻ പറയായിരുന്നു, കാരണം നമ്മൾ സാധാരണ ഇതിൽ ടിക്ടോക്ക് ഒക്കെ കാണുമ്പോഴത്തേക്കും ഈ ബബിൾസ് ഫ്രോസൺ ആവുന്ന ഒരു സെറ്റപ്പ് അവളിപ്പോൾ കാണുന്നുണ്ട്. കാണിക്കാൻ പറ്റുമോടാ? ഓക്കെ, ലെറ്റ്സ് സീ. ചേട്ടാ വരുന്നുണ്ടാ? എനിക്ക് ക്യാമറയിൽ എത്രമാത്രം ക്ലിയർ ആണെന്ന് അറിയത്തില്ല, പക്ഷേ സഡൻ അവിടെ നിന്ന് അടിക്കുന്നതുകൊണ്ടായിരിക്കാം. വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. വരുന്നുണ്ടെ കാണാം. അത് ഫ്രോസണായ മറ്റേ ആ സ്നോഫ്ലേക്സിന്റെ ഡിസൈൻ വരുന്നതല്ലേ? ഓക്കെ, എടാ നമുക്ക് അകത്തേക്ക് പോയാലോ? ഫ്രോസൺ ആകുമ്പോ പ്ലാസ്റ്റിക് പോലെ ആവുന്നുണ്ടല്ലേ? നോക്ക്, തൊടുമ്പോ ഓക്കെ, നമുക്ക് അകത്തേക്ക് പോയാലോ? കാപ്പി ആയോടാ? ഓക്കെ. നമ്മുടെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയറെല്ലാം അറിയാം. എന്താണ്ട് കയറി വരുന്ന വഴി തന്നെ ഇവിടെ നമുക്കൊരു കണ്ണാടി, മിറർ ഉൾപ്പെടെ കൂടെ നമ്മുടെ ജാക്കറ്റൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സ്പേസ് ഉണ്ട്. അങ്ങനെ കയറി വന്നു കഴിയുമ്പോഴത്തേക്ക് ഇവിടെയാണ് നമ്മുടെ പിങ്കിമോൻ്റെ ഹോളി എന്നുള്ള നമ്മുടെ ചെറിയ മുയലുള്ളത്. അപ്പം ഞാനും നീനൂസും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയ പെറ്റ് ഫ്രണ്ട്ലി ഒന്നും അല്ല കേട്ടോ. അപ്പം അങ്ങനെ പിങ്കിമാൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് എന്തെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യണമല്ലോ എന്ന് ഓർത്താണ് ഞങ്ങൾ ഏറ്റവും ക്ലീനായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു വീടിൻ്റെ അകത്തൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര കെയർ കൊടുക്കണമല്ലോ. ഒരു സാധനം തപ്പി ഈ ബണ്ണീനെ കണ്ടെത്തിയത്. അപ്പോൾ ഈ പർട്ടിക്കുലർ വെറൈറ്റി ഓഫ് ബണ്ണി എന്ന് പറഞ്ഞാൽ നെതർലാൻഡ് ഡ്വാർഫ് ബണ്ണി എന്ന് പറയുന്ന ബണ്ണിയാണ്. അപ്പോൾ അത് തന്നെ നല്ല ക്ലെൻലിനെസ്സിനൊക്കെ ഭയങ്കര ഇതായിട്ട് ചെയ്ത് അങ്ങനെ നമുക്ക് ഇപ്പോൾ സോഫാർ ഇപ്പോൾ നമുക്ക് എത്ര നാളായിടി? 3 months. 6 മാസം ഒന്നും ആയില്ല. വിന്ററിലല്ലേ മേടിച്ചേ? ചെറുതായിട്ട് ഒന്ന് പറഞ്ഞേ. നെതർലാൻഡ് ഡ്രാഫ് വെള്ളിയാണല്ലോ. നെതർലാൻഡ് ഡ്രാഫ് എന്ന് പറഞ്ഞ ബണ്ണി ചെറുതായിട്ടിരിക്കും, വളരത്തില്ല, ഡോർഫായിട്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക്
വലിയ മെസ്സില്ല. ഇപ്പോൾ വീടിൻ്റെ അത് നമ്മളെപ്പോഴും സ്മെൽ സെൻസിറ്റീവ് ആണ്, മറ്റു പല കാര്യങ്ങളുമാണ്. അപ്പം അതിലെല്ലാം നമുക്ക് ഈസി ആയിട്ടാണ് തോന്നിയേക്കുന്നത്. നല്ല ഫ്രണ്ട്ലി ആയിട്ട് അതിനെ കുളിപ്പിക്കുകയൊന്നും വേണ്ട, തന്നെ ക്ലീൻ ചെയ്യും. ഐ മീൻ മൊത്തത്തിൽ ഫ്രണ്ട്ലി ആണ്, പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് ഇത് ആമസോണിൽ നിന്ന് മേടിച്ചൊരു കേജ് അല്ലായിരുന്നോ? അതിന് വേണ്ടിയിട്ട് വേണ്ട ഓടി നടന്ന് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പേസ് ഉള്ള ഒരു കേജാണത്. ഇവിടെ രണ്ട് നില വീട്, ഇപ്പുറത്തെ സൈഡിലേക്ക് ഇവിടെ വരുമ്പോൾ ഇവിടെ കളിക്കാനുള്ള കുറേ സെറ്റപ്പുകൾ അതൊക്കെ ഉള്ളതാണ്. And she's only in here at night time, but in the morning we let her like play around here. Yeah. And she knows how to go upstairs faster than me. So. പിന്നെ പെറ്റ്സ് ഉള്ള പലർക്കും അറിയാമായിരിക്കും ഇത് ഈ ഓടി നടന്ന് വീടിൻ്റെ സൈഡിലുള്ള വുഡ് ബോർഡുകളൊക്കെ കടിക്കാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതായിട്ട്. പക്ഷേ അപ്പോൾ ആ വുഡ് ബോർഡിൻ്റെ എല്ലാം മുകളിൽ ഒരു ടേപ്പ് ഒട്ടിച്ച് ഇതിനെ പ്രിവെൻറ്റ് ചെയ്തേക്കുവാണ് നമ്മൾ. കാരണം ആ ടേപ്പ് ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്മെല്ലോ അതിൻ്റെ ടെക്സ്ചറോ എന്തോ ഇതിന് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇത് വുഡേ പോയി കടിച്ച് കരളൂല. എനിവേ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ നമുക്ക് ചെറിയൊരു പ്രെയർ ഏരിയ ഉണ്ട്. ഞാൻ ജിമ്മിൽ പോയിട്ടില്ല, പോണം. വീട് എല്ലാവരും ഒക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നു പറഞ്ഞേ ജിമ്മിൽ പോകാൻ ഒരുമിച്ച് പോവാം. വേണ്ട പറഞ്ഞേ പോയാൽ മതി രാത്രി. പൊക്കോളാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാടാ. വേണ്ട, നമ്മൾ ശരിയാകത്തെ ഒരുമിച്ച്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സെറ്റുകളൊക്കെ ഉണ്ട്. ഓക്കെ യു ഡു. ഞാൻ മറ്റേ ട്രെഡ്മിൽ ചെയ്തോളാം. ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നത് ഞങ്ങൾ ജിമ്മിൻ്റെ കാര്യം പറയുമ്പോഴാണ്. ഞങ്ങൾ ഒരിക്കലും ആ ഒരു കാര്യത്തിൽ ഒരുമിച്ച് പോകില്ല അല്ലേ? പക്ഷെ ഞാൻ ഒത്തിരി അഡ്ജസ്റ്റ് ചെയ്യുമല്ലോ. നമ്മളൊക്കെ ചെയ്യുന്ന ഭയങ്കര പുച്ഛമാണ്. സാറിന് അങ്ങനെ അത് പോരാ ഇത് പോരാ എല്ലാം പറഞ്ഞ് ഏറ്റവും അടിച്ചു പിരിയും. കൂട്ടി ചെയ്തോളാം പറയും. പിന്നെ പിറ്റേ ദിവസം പോലെ ചെയ്യാൻ മേലാത്ത പോലെ അനങ്ങാത്ത അവസ്ഥയാകും. ഇതൊന്നും നമുക്കൊന്നും ഒന്നുമല്ല. വെയിറ്റ് കൂട്ടിക്കോ എന്ന് പറയും. നാളെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ചാകും. നാളെ മുതൽ ജിമ്മ് തീരും. നടക്കാൻ മേല. അപ്പം വീട്ടിൽ തന്നെ വെയിറ്റ് എല്ലാം മേടിച്ച് വെച്ച് ജിമ്മ് ചെയ്യുന്നവരുടെ എല്ലാവരുടെയും കാര്യമല്ല, ഞാൻ നോട്ടീസ് ചെയ്തേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ തന്നെ സൗകര്യമായതുകൊണ്ട് അത്യാവശ്യം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കയറിപ്പോവും. കാരണം അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമ്മളൊരു എഫർട്ട് ഇടുന്നില്ലല്ലോ. അതേസമയം നമ്മൾ ഒന്ന് അരമണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഒരു ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരു അരമണിക്കൂർ ചെയ്ത് കഴിയുമ്പോൾ എന്തായാലും നമ്മൾ ചിന്തിക്കും ഇത്രയും പെട്രോളും കത്തിച്ച് ഞാൻ ഇവിടം വരെ വന്നിട്ട് ഒന്നും ചെയ്തില്ലല്ലോ, അല്ല ഇത് പോരല്ലോ, ഈ പെട്രോൾ പോകുന്ന അല്ല പെട്രോൾ കത്തിച്ചോ എത്ര എഫർട്ട് എടുത്തോ നമ്മൾ ആ ജിമ്മിലേക്ക് വരുന്നതിൻ്റെ ഇത് നമ്മളിത് കാണുന്നില്ലല്ലോ എന്നുള്ളൊരു സാധനം നമ്മൾ പുറത്ത് പോയാൽ ചിന്തിക്കുമല്ലോ. അപ്പം മാക്സിമം അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കും. പക്ഷേ നമ്മുടെ വീട്ടിൽ തന്നെ സൗകര്യങ്ങളുള്ളപ്പോൾ നമ്മൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നാട്ടിൽ കഴിഞ്ഞ് നമ്മളൊന്ന് കൊടുത്ത് കഴിയുമ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് കയറി പോകാനുള്ള ഒരു ടെൻഡൻസി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയാറുള്ളത്. ഇപ്പോഴും നമ്മൾ ചിന്തിച്ചോണ്ട് നമ്മൾ ലോങ് ഓടിച്ചു പോയാൽ എങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യണമെന്നുള്ളത്. എപ്പോഴും ഇങ്ങനെ നമ്മളങ്ങനെയല്ല. ചാറ്റ് GPT വെച്ച് വാമപ്പ് 10 മിനിറ്റ് ഇതൊക്കെ ഞാൻ താഴോട്ട് കാണിച്ചു തരാം പ്രൂഫ് വെച്ച് കേട്ടോ. നമ്മളെപ്പോഴും നമ്മൾ ആട്ടിക്കൂട്ടാന്നാ. നമ്മളെന്നല്ല, ഞാൻ ഇവൻ എൻ്റെ കാര്യം പറയാറുണ്ട്. എടാ അങ്ങനെയല്ലേ നമ്മൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണേ. പപ്പയ്ക്ക് എപ്പോഴും വിചാരമുണ്ട് ഞങ്ങൾ ജിമ്മിൽ പോയാൽ ആട്ടിക്കൂട്ടും, പപ്പ പോയാലേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ പ്രൂഫ് എല്ലാം കാണിച്ചു തരാം. We have graphs, we have charts, we have like daily schedules. We do warm-ups for 5 minutes every day. We do different things. We do core body strength. We do everything. നമ്മുടെ കാപ്പിക്കാർ നമ്മൾ സ്വീറ്റ്നർ ആയിരുന്നു. പെങ്കിമോന് സ്വീറ്റ്നർ അല്ല, ഷുഗർ അല്ലേ? ഇതുവരെ എന്നെ കിട്ടിയില്ലായിരുന്നു. ഞാൻ വീഡിയോയിലില്ലായിരുന്നു ഇതുവരെ. എന്നെ പറ്റിച്ചോ? ഞാൻ ഒരുങ്ങി കഷ്ടപ്പെട്ട് വന്നിട്ട് എന്നെ പറ്റിച്ചോ? ഉണ്ടായിരുന്നേ. എടാ നമ്മുടെ ഡെയിലി വീഡിയോസ് തുടങ്ങിയിട്ട് എന്തുണ്ട് അഭിപ്രായം? എനിക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പറഞ്ഞ ആൾക്കാരുടെ ഈ റെസ്പോൺസ് ഉണ്ടല്ലോ പപ്പയുടെ വീഡിയോയുടെ, എനിക്കത് ഭയങ്കര സന്തോഷമാണ്. മീൻസ് ഇത്രയും പേര് നമ്മുടെ ഒരു സംരംഭം അതിനെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നു, വലിയ ഹാപ്പിയാ. അത് മാത്രമല്ല ഇപ്പം നമ്മൾ 3 പേര് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ഫാമിലി ഫ്രണ്ട്സ് എല്ലാം നമുക്ക് വലിയൊരു സർക്കിൾ അതിനൊന്നും ഇല്ല. അപ്പൊ ഇത്രയും ആൾക്കാർ പലയിടത്തും ഒന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോഴേ അത് വലിയൊരു ഇതാ. ചിലപ്പം മനസ്സിലായോ? അത് നമുക്ക് അങ്ങനെയൊന്നും പരിചയമില്ല. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊന്നും വലിയ ആക്റ്റീവ് അല്ല. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമാണ്. പല സ്ഥലത്തു നിന്നേ പപ്പയുടെ വീഡിയോനെ സപ്പോർട്ട് ചെയ്യുകയും അതിന് മെസ്സേജ് അയക്കുകയും ഫസ്റ്റ് ആരാന്നാകാൻ വേണ്ടി നോക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട്.
മൂന്ന് നമുക്ക് ഇനി ജിമ്മിൽ പോക്കാണ് പരിപാടി. ഇന്ന് എന്നാടാ ഡിന്നറിന്? നമ്മൾ ഇച്ചിരി ഹെൽത്തി ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹെൽത്തി ബിരിയാണി ഇൻ ദ സെൻസ് നമ്മൾ എണ്ണയൊന്നും ഒഴിക്കാതെ മറ്റേ ഇങ്ങനെ ഇതൊക്കെ എടുത്തില്ലേ ഉള്ളി വറുത്തത് അതൊന്നും ഇല്ലാതെ ജസ്റ്റ് പുതിനയും ഇതൊക്കെ അരച്ചിട്ട് ചോറും ചിക്കനും കൂടി ഇട്ട് വേവിച്ചത്. ആ ചോറ് ഇച്ചിരി ഉണ്ട്, പച്ചക്കളറിലെ ചോറ്, ഇച്ചിരി രുചിയൊക്കെ ഉള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ച് അങ്ങനെ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചിക്കൻ ആവി കയറ്റി ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇത് കണ്ട. അത് എണ്ണ ഒഴിച്ചിട്ടില്ല, ഇച്ചിരി ചിക്കൻ ഉപ്പും മുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് നമ്മൾ ആവിക്ക് വെച്ചേക്കുക. ഇത് കാസ്റ്റ് ചെയ്യേണ്ട പോട്ടാ, അപ്പം അടി ഭയങ്കര കട്ടിയുള്ളതാ, അപ്പം അടിക്ക് പിടിക്കത്തില്ല. നമ്മൾ ഇത് കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ട് നല്ല വെയിറ്റാ, കഴുകാൻ നല്ല പാടാ. ഇത് അടച്ചിങ്ങനെ അങ്ങ് വെച്ചാൽ ഇത് അവിടെ ഇരുന്ന് സെറ്റാവും. ഉപ്പുണ്ടോ നോക്കുന്നോ? ഇല്ല, നോക്കുന്നേ. ഉപ്പില്ലേ? ഉണ്ട്. നല്ല ആണോ? ഇത്ര ആലോചിക്കേണ്ട വന്നോ? അല്ല, ടേസ്റ്റ് ഫീൽ ചെയ്യാൻ വേണ്ടിട്ടല്ലേ. ഇനി കുറച്ച് വിശേഷങ്ങൾ താഴെയുണ്ട്. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ നോർത്ത് അമേരിക്കൻ വീടുകളിലെല്ലാം ബേസ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. നമ്മുടെ ബേസ്മെൻ്റ് എന്ന് കാണിച്ചു തരാം. അവിടെയാണ് നമ്മുടെ ബാറും വർക്കൗട്ട് ചെയ്യുന്ന സ്ഥലങ്ങളും എല്ലാം. ബേസ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ വീടുകളിലും ഇതുപോലെ ഒരു അണ്ടർഗ്രൗണ്ട് സെറ്റപ്പ് ഉണ്ടായിരിക്കുവേ. അപ്പോൾ അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഭൂമിക്കടിയിലേക്ക് വന്ന് ആൾക്കാർക്കെല്ലാം സേഫായിട്ടിരിക്കുക. ഇവിടുത്തെ കൺസ്ട്രക്ഷൻ്റെ ഒരു പ്രത്യേക രീതിയൊക്കെ അറിയാമല്ലോ. അപ്പം എന്തെങ്കിലും ഒരു അപകടം വന്ന ആളുകൾക്ക് ഇത് വരാതെ പോകുന്ന ഒരു രീതിയിലാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം. അപ്പം സാധാരണ ഇപ്പം നമ്മുടെ ബേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ വലിയ ഫിനിഷ്ഡ് ആയിട്ടുള്ള ബേസ്മെൻ്റ് ഒന്നുമല്ല. But ours is the coolest. We have a bar, a gym, a couch, a TV, food, snacks, a tent, a ping pong table. It's awesome. വളരെ ഭവ്യതയുള്ള കൊച്ചാണ് കൊണ്ടുവരുമേ. ഇച്ചിരൊന്നും നമ്മുടെ വലിയ കൂളൊന്നും അല്ല, ഫിനിഷ്ഡ് അല്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നല്ല കൂളസ്റ്റ് ആണ്. ഫുൾ എളിമയിട്ടാക്കാന്ന് വിചാരിക്കുമ്പോഴത്തേക്ക് this is cool. And guess what? We have a punching bag. If you have, അത് നമുക്ക് ഇപ്പൊ ആവശ്യമില്ല. പപ്പയാണ് പിങ്കി മോന്റെ പഞ്ചിങ് ബാഗ് ഇപ്പൊ കാണുമ്പോ ഇടിയ. Yeah. And we have a treadmill, we have a trampoline, we have exercise equipment, we have a pool table, we have a TV, we basically have everything in here. I could stay here for the rest of my life. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വീടിൻ്റെയും സൈസിനനുസരിച്ച് ഈ ബേസ്മെൻ്റ് എന്ന് പറയുന്ന സാധനത്തിന് അന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ബാക്കി വിശേഷങ്ങൾ രാത്രി പറയും. ഇവിടെ വലിയ ലൈറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇല്ല, നമ്മുടെ വർക്കൗട്ട് നടക്കൂല. ഓക്കെ പിങ്കി വന്നേ, പിങ്കി മോൻ ഇതൊക്കെ കാണിച്ചേ, വന്നേ. ഇത് കണ്ടോ, ഞങ്ങൾ ഭയങ്കര ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും വർക്കൗട്ട് ചെയ്ത് പൊട്ടിപ്പോവും. അതുകൊണ്ട് ഇതൊരു വലിയ വൻപിച്ച പ്ലാനാണ്. ഓരോ ദിവസത്തെ മാർക്ക് ചെയ്ത് കണ്ടോ, ഡെയിലി ട്രാക്കർ ഫോർ 30 days. ഓക്കെ, ആൻഡ് ChatGPT വഴി വീക്ക്ലി വാമപ്പ് എല്ലാ ദിവസവും, ഡെയിലി വാമപ്പ്, പിന്നെ ഓരോ ദിവസത്തെ എക്സസൈസ് എഴുതി പ്രിൻ്റ് ഔട്ട് ചെയ്തേക്കുവാ എനിക്കും പിങ്കി മോനും. എന്നിട്ട് ഞങ്ങളൊരു ടൈമറൊക്കെ വാങ്ങിച്ച് ഭയങ്കര സെറ്റാ. ഓക്കെ, വാമപ്പ്. Jumping jacks 1 minute. March in place 1 minute. Okay. Okay. ഫുള്ള് സിസ്റ്റമാറ്റിക് സെറ്റപ്പ് ആണല്ലോ. നിങ്ങളുടെ വർക്കൗട്ട് ചെയ്ത് എനിക്ക് ചമ്മലാവുന്നു. ആം സർക്കിൾ. ഓക്കെ പിങ്കി മോൻ. മനസ്സിലായോ? ഇങ്ങനെ ക്ലോക്ക് കളിക്കല്ല.
4 21, 22, Relieve your 10 worst cold and flu symptoms with 25. You left off at 17. അങ്ങനെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് വന്നു. അപ്പോൾ നമ്മുടെ പിങ്കിമോനും നീനായും കൂടെ കുളിക്കാൻ വേണ്ടി പോയേക്കുക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ ദിവസത്തെ ബിരിയാണി ആയിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിന് തികയാതെ കുറച്ച് അരി ഇടാൻ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മുടെ ബേസ്മെൻറ്റിൻ്റെ ഒരു സൈഡ് നമ്മൾ ഇതുപോലെ ബാറും അത്യാവശ്യം വർക്കൗട്ട് ചെയ്യാനുള്ള സെറ്റപ്പും ഒക്കെ ആയിട്ട് റെഡിയാക്കണമെങ്കിൽ ഇതിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ വാഷിംഗ് മെഷീനും ഡ്രയറും പിന്നെ അതുകൂടാതെ നമ്മുടെ ഗ്രോസറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള റാക്കെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. സാധാരണ അത് ഞങ്ങൾക്ക് എല്ലാവർക്കും കുത്തിരിച്ചോറാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. പക്ഷേ കുത്തിരിച്ചോറിട്ടാൽ നമ്മൾ ചുമ്മാ ചോറിനും. അതുകൊണ്ട് നമ്മൾ റൈസ് കഴിക്കുന്നതിൽ ഒരു കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട് ചില സമയത്ത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബസുമതി കുക്ക് ചെയ്യും. എന്നെ സംബന്ധിച്ചിടത്തോളം കുക്കിംഗ് തീരെ ഇഷ്ടമല്ലാത്ത ഒരാളാണ് ഞാൻ കേട്ടോ. അല്ല അത്യാവശ്യം ഏതെങ്കിലും രണ്ടെണ്ണം അടിക്കുമ്പോഴത്തേക്കും കൂട്ടുകാരൊക്കെ കൂടി നിന്ന് നമ്മളെന്തെങ്കിലും ചിക്കൻ കറിയോ ബീഫോ അങ്ങനെ വല്ലതൊക്കെ കുക്ക് ചെയ്യുന്ന ഒരു സമയത്ത് കുക്ക് ചെയ്യാനാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ കുക്കിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് സമയം കളയുന്നതിനോട് എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു പ്രവൃത്തികളിലൊന്നാണ് കുക്കിങ്ങിന് സമയം സ്പെൻഡ് ചെയ്യുക. എന്നും പറഞ്ഞ് തീരെ കുക്ക് ചെയ്യില്ലെന്നല്ല, അത്യാവശ്യം ചോറൊക്കെ വെക്കും. പിന്നെ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും വലിയ കോംപ്ലിക്കേറ്റഡ് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നും സമയം കളയാൻ വേണ്ടിയിട്ട് അതൊക്കെ ഒരു സമയം കളയലായിട്ടാണ് എൻ്റെ ഒരു അല്ല. നമുക്കത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം കേട്ടോ. എന്നെ സംബന്ധിച്ച് കുക്ക് ചെയ്യാൻ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേക്കും പിന്നെ മുട്ടയും. അതാകുമ്പോഴത്തേക്കും സ്റ്റേക്ക് കറക്റ്റ് 5 മിനിറ്റും കൊണ്ട് പരിപാടി കുക്കിങ്ങും തീരും. ഈ പറഞ്ഞ പോലെ വലിയ പ്രോസസ്സും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ചോറ് വെക്കണേലാണേലും ഒരു മണിക്കൂറും കൊണ്ട് ഇച്ചിരി ചോറിട്ട് അതിന് വലിയ പണിയില്ലല്ലോ. പിന്നെ വെയിറ്റ് ചെയ്താൽ പോരെ, തിളച്ചത് ഒന്ന് വേവണോടം വരെ വെയിറ്റ് ചെയ്താൽ മതി. അതിനാണെങ്കിൽ കുക്കറി വെച്ച് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമുക്ക് വേറൊരു പ്രോസസ്സ് ഉണ്ടോ, അതാണെങ്കിൽ നമുക്ക് മാനുഷികമായ അറ്റൻഷൻ ആവശ്യമില്ലാത്ത കുക്കിംഗ് അല്ലേ. എനിക്കറിയാം ഇത് പറയുമ്പോഴത്തേക്കും നിങ്ങൾ കുറേ പേരൊക്കെ പുച്ഛിക്കുമെങ്കിലും എൻ്റെ സിമിലർ ആറ്റിറ്റ്യൂഡുള്ള കുറച്ച് പേരെങ്കിലും നിങ്ങളുടെ ഇടയിലും ഉണ്ടാവും. യോഗട്ടിൻ്റെ മാറ്റമോ? അപ്പേ നമ്മുടെ ഫാമിലിനെ ഒന്ന് കാണിച്ചേ. കണ്ടോ ഒഴിക്കാത്ത ചിക്കൻ കണ്ടോ? കരിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വരത്തുള്ളൂ. എണ്ണ ഒഴിക്കാതിരിക്കുമ്പോ കഴിച്ചിട്ട് കരിയല്ല മൂത്ത് കരിഞ്ഞെന്നൊക്കെ പറയാവോ? അല്ല ഞാൻ ചോദിച്ചത് നമ്മൾ പിങ്കി അടുത്ത TV ഓഫ് ചെയ്തേ ജെയിൻ. കൈ വിറയ്ക്കുന്നു, താമസിക്കാൻ പറ്റത്തില്ല. ഒരു ബൗൾ എടുക്കാനില്ലേ? ഇവിടെ മാറിക്കേ. തക്കാളി ഇട്ടോളാനല്ലേ പറഞ്ഞു? ഇട്ടോ പച്ചമുളകും വാങ്ങിക്കണം. ഒന്നുമില്ലേ വീട്ടില്? ഒന്നുമില്ല, എല്ലാം തീർന്നു. വെളുത്തുള്ളി തീർന്നു, പച്ചമുളക് തീർന്നു, എല്ലാം തീർന്നു. ഗ്രോസറി വാങ്ങിക്കാതെ ഉണ്ടാക്കി വരാൻ കർഷക സ്ത്രീ അവാർഡൊന്നും അല്ലല്ലോ ഫ്രിഡ്ജിനകം. കുണുകുണുകുണാന്നിങ്ങനെ വരാൻ. 9:15 കഴിക്കാൻ പോലും നേരമില്ല. പെട്ടെന്ന് കഴിക്കാടാ, കുഴപ്പമില്ല. ആർക്ക് കുഴപ്പമില്ല. വെതർ നല്ലതല്ലേ? എടാ ഈ തൈരും കൂടെ ഇട്ടിട്ടല്ലേ ഉപ്പിട്ട് ഇളക്കുന്നത്? അല്ലല്ല, ആദ്യം ഉപ്പിട്ടു. ഞാൻ ഉപ്പിട്ടോ? കൈ കൊണ്ട് ഞെരടിയിട്ട് അതിനകത്തോട് ഇട്ടാ മതി. ആയി. കുറച്ച് നേരം എനിക്കൊരു 5 മിനിറ്റേ കൂടെ ഉള്ളു പോകാൻ. ഒന്ന് കുറച്ചു നേരം ഇല്ലാതിരിക്കാവൂ. സോളോറിലാ വർക്ക് ചെയ്യുന്ന പോലെ പിങ്കി TV-യിലാ വർക്ക് ചെയ്യുന്നത്. പപ്പ ചിരിക്കണ്ടേ? പപ്പ ഫോണിലും. പക്ഷെ I'm a social media man. എനിക്ക് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ. പിങ്കി മോൻ is a TV man. ഞാൻ ഉപയോഗിക്കുന്നത്, ഞാൻ വീഡിയോ ഒക്കെ കാണാറുണ്ട്. പപ്പ അന്ന് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. ഭാര്യയോട് പറയുന്നത് ഇന്റർനെറ്റ് നോക്കുമ്പോ എന്താ പറയുന്നേ? റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇതെങ്ങനെയാ ഇപ്പത്തെ ട്രെൻഡ് എന്താന്നൊക്കെ പഠിക്കണ്ടേ? പറ്റിച്ചോ എന്ത് പറ്റിച്ചോ? ഫോണിൽ ഇരിക്കുന്നവൻ കാണുന്നുണ്ട്. എഡിറ്റിംഗ് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം നമ്മളല്ലേ ചെയ്യണേ. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റുള്ള ആൾക്കാർ എന്തൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, റീസെന്റ് ട്രെൻഡ് എന്താ, നമ്മുടെ ആൾക്കാർക്ക് എന്തൊക്കെയാണ് ഇഷ്ടം എന്നൊക്കെ നമുക്കറിയാം. മൊബൈലിനെ ആശ്രയിച്ചേ പറ്റൂ. അങ്ങനെ പറയത്തില്ല, ഞാൻ നോക്കല്ലെന്നൊന്നും. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞത് മനസ്സിലായോ കേട്ടോ? മുട്ട. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിന്നർ റെഡിയായി.
ബിരിയാണി ഉണ്ട്, ഹെൽത്തി ബിരിയാണി, റൈത്ത, The അതോടൊപ്പം dinner's കുറച്ച് ready ചിക്കൻ. because who made it? 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 The family. എടാ അപ്പൊ ചോറപ്പളാ? ചോറ് സപ്പയ്ക്ക് അടയ്ക്കുമ്പോൾ വിശക്കുമ്പോഴത്തേക്കാ. ഇത് ഇത്ര ഉള്ളു ഇന്ന് ഓക്കെ. ഡിന്നറിന്. ഇത് തന്നെ ഒത്തിരി അല്ലേ ഇപ്പൊ? പോർഷൻ കൺട്രോളാ. 80% നമ്മുടെ എവിടാ കിച്ചൺ. ഓക്കെ. Can you tell us what's the drama? You're not going to tell us. സാലഡ് അടിപൊളി. പപ്പ അരിഞ്ഞുകൊണ്ടാണോ? നല്ലൊരു മുളക് പിടിച്ച കടിച്ച്. ഞങ്ങൾ സ്മോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഒക്കെ വരുത്തി യോഗട്ടിന് പകരം നമ്മൾ ഗീഗ് യോഗട്ടാണ് ഇപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പിന്നെ അപ്പം വെള്ളം ഒരു പ്രത്യേക താളത്തിലുള്ള ഇക്കിള്. താളാത്മകമായ ഇക്കിള് പപ്പയ്ക്ക് മാത്രം പറ്റുന്ന കാര്യമാണോ? മറുപടി പറയുമ്പോൾ ടെണ്ണെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എടുക്കുന്ന വെള്ളം ചിക്കൻ പുറത്ത് എങ്ങനെ ഉണ്ട്? സൂപ്പർ ആണോ? വളർത്തല്ലോ നമ്മള്. അല്ല അപ്പൊ കണ്ടല്ലേ തുടക്കം മുതലല്ല. അന്നൊരു ഇത്രയും രുചി. എന്നാ പിന്നെ എന്നും ഇങ്ങനെ ഉണ്ടാക്കിയാൽ പോരെ? മതി. പക്ഷെ ഇങ്ങനെ മൂത്ത പോലല്ല വരുന്ന ഒരു ചെറിയ മനസ്സിലായോ? മതി. എന്നാ അതിൻ്റെ രുചിയില് ഉണ്ട്. ഇതാ ചിക്കൻ ആവി കയറ്റിയെന്ന് പറയും. ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം. പക്ഷെ അതിന് പ്രത്യേകമായിട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ അടികട്ടിയുള്ള പാത്രം വേണം. എന്നിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങ് പുകയാൻ പോകുമ്പോൾ ഇച്ചിരി സ്പ്രേ അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഗുഡ് നൈറ്റ്. Said I made up my mind this time.